ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിന്റെ മോഡ്യൂൾ 1 ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോജക്റ്റ് ഓവർവ്യൂ, അതേപോലെ തന്നെ ഫീസിബിലിറ്റി സ്റ്റഡീസ്. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെന്റ്, അതിന് നമ്മൾ SPM എന്ന് പറയും. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഷെഡ്യൂളിംഗ്, monitoring and controlling software development project to achieve specific objectives within the time, cost and quality constraints. അതായത് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ അത് ഡെലിവർ ആകുന്നത് വരെ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സിനെ എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ്, പ്ലാനിങ് ഓഫ് ദി പ്രോജക്റ്റ്. സെക്കൻഡ് വൺ, എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് ആൻഡ് എഫേർട്ടിനെ എസ്റ്റിമേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ കോസ്റ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യുക, ആക്ടിവിറ്റീസിനെ ഷെഡ്യൂൾ ചെയ്യുക, മാനേജിങ് റിസോഴ്സസ്, മോണിറ്ററിംഗ് പ്രോഗ്രസ്, കൺട്രോളിംഗ് റിസ്ക്, അതേപോലെ എൻഷുറിംഗ് ക്വാളിറ്റി, ഡെലിവറിംഗ് ദ സോഫ്റ്റ്വെയർ സക്സസ്ഫുള്ളി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെന്റ് പൂർത്തിയാവുന്നത്. ഇനി നമുക്ക് ബാക്കി എന്താ നോക്കാം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പ്, അതാണ് ഒരു പ്രോജക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജർ മസ്റ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജർ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. എന്തൊക്കെയായിരിക്കും ആ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഫീച്ചേഴ്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ ഹൗ മെനി ഡെവലപ്പേഴ്സ് ആർ നീഡഡ്, ഈ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഡെവലപ്പേഴ്സ് ആ പ്രോജക്റ്റിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യണം. അതേപോലെ ഹൗ മച്ച് വിൽ ദ പ്രോജക്റ്റ് കോസ്റ്റ്, പ്രോജക്റ്റിന്റെ കോസ്റ്റ് എന്തായിരിക്കും. ഇനി ഹൗ ലോങ് വിൽ ഡെവലപ്മെന്റ് ടേക്ക്, എത്ര സമയം കൊണ്ട് നമ്മുടെ ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പ് ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, വാട്ട് റിസ്ക് മേ ഒക്യുവർ, ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ റിസ്കുകളാണ് വരാൻ ചാൻസ് ഉള്ളത്. അടുത്തത്, ഹൗ ക്യാൻ പ്രോജക്റ്റ് പ്രോഗ്രസ് ടു ബി ട്രാക്ഡ്, ഈ പ്രോജക്റ്റ് ഇങ്ങനെ ഓൺഗോയിങ് പ്രോസസ്സാണ്, അതിൻ്റെ ഇപ്പം ഇടയ്ക്ക് നമുക്ക് ഒന്ന് ട്രാക്ക് ചെയ്യണം എവിടം വരെയാണ് ഈ പ്രോജക്റ്റ് എത്തി നിൽക്കുന്നത് എന്നുള്ളത്. അങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യാനും പറ്റണം. ആ ഒരു അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജർ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ഇപ്പം നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഒക്കെ പ്രോജക്റ്റ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് പ്രോജക്റ്റ് ഒരു ടോപ്പിക് എടുക്കുന്നു, പ്രോജക്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്താൽ പോരെ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പ്ലാനിങ് വേണ്ടത്, എന്തുകൊണ്ടാണ് ഒരു പ്ലാനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇവിടെയുണ്ട്. നോക്കിക്കേ, സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ഓഫൺ ഫെയിൽ ബിക്കോസ് ഓഫ്, ചില സമയത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ ഒക്കെ ഫെയിൽ ആവാൻ ചാൻസ് ഇല്ലേ. അങ്ങനെ ഫെയിൽ ആകുന്നത് എന്തുകൊണ്ടാണ്? പുവർ പ്ലാനിങ്, അതേപോലെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾസ്, പിന്നെ ബഡ്ജറ്റ് ഓവർറൺസ്, ചേഞ്ചിങ് റിക്വയർമെന്റ്സ്, അതേപോലെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കസ്റ്റമറുമായിട്ട് നിരന്തരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമ്മുടെ പ്രോജക്റ്റിന്റെ സ്റ്റാറ്റസ് പറയണം, കൂടുതൽ എന്തെങ്കിലും റിക്വയർമെന്റ് വേണോ എന്ന് ചോദിക്കണം, ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ആ പ്രോജക്റ്റ് ഓക്കെ ആണോ എന്ന് കസ്റ്റമറോട് ചോദിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ മിസ്സാകുമ്പോൾ സോഫ്റ്റ്വെയർ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ടെക്നിക്കൽ റിസ്ക്, എന്തൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള നീഡാണ് നമുക്കുള്ളത്. ചിലപ്പോൾ റിസോഴ്സുകളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ടൂളായിരിക്കും. അപ്പോൾ ആ റിസ്കുകൾ, ടെക്നിക്കൽ റിസ്കുകൾ എന്തൊക്കെയുണ്ട്, ഇതെല്ലാം കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് ഫെയിലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജർ ഹെൽപ്സ് ടു റെഡ്യൂസ് ദീസ് പ്രോബ്ലംസ്, ഈ പ്രോബ്ലം എല്ലാം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജർ ഈ പറയുന്ന ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ കണ്ടുപിടിച്ചേ പറ്റൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ എല്ലാം ഒരു ആൻസർ നമുക്ക് കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സോഫ്റ്റ്വെയർ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. അടുത്തത്, പ്രൊജക്റ്റിന്റെ ഓവർവ്യൂ ആണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് പ്രൊജക്റ്റിന്റെ ഓവർവ്യൂ എന്ന് വെച്ചാൽ ഓവറോൾ ഉള്ള വ്യൂവിനെ തന്നെയാണ് ഓവർവ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. എ പ്രൊജക്ട് ഓവർവ്യൂ ഇസ് എ കൺസൈസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രോജക്റ്റ് ദാറ്റ് എക്സ്പ്ലെയിൻസ്, എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കിയേ. പർപ്പസ്, ഒബ്ജക്റ്റീവ്സ്, അതേപോലെ സ്കോപ്പ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് ആൻഡ് ടൈം ലൈൻ.
ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാ? പർപ്പസ്, ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതേപോലെ എക്സ്പെക്റ്റഡ് ഔട്ട്കംസ്, പിന്നെ ടൈം ലൈൻ. ഇറ്റ് പ്രൊവൈഡ്സ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വാട്ട് ദ പ്രോജക്റ്റ് എയിംസ് ടു അച്ചീവ് ആൻഡ് സെർവ്സ് ആസ് എ ഗൈഡ് ഫോർ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ. പ്ലാനിങ്ങിനും എക്സിക്യൂഷനും വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡായിട്ട് ആക്ട് ചെയ്യണം എന്ത്? ഈ പ്രോജക്റ്റ് ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി പറയുന്നു. എന്തൊക്കെയായിരിക്കും പ്രോജക്റ്റ് ഓവർവ്യൂവിൽ വേണ്ടത്? പ്രോജക്റ്റിനൊരു ടൈറ്റിൽ വേണം. ടൈറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോജക്റ്റിന്റെ പേരാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ദ ഇഷ്യൂ ഓർ നീഡ് ദ പ്രോജക്റ്റ് അഡ്രസ്. നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ളത് നമ്മൾ പറയണം. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സിൽ സ്പെസിഫിക് ഗോൾസ് ടു ബി അച്ചീവ്ഡ്. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാനുണ്ടോ എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ദെൻ സ്കോപ്പാണ്. സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിഫൈൻസ് വാട്ട് ഈസ് ഇൻക്ലൂഡഡ് ആൻഡ് എക്സ്ക്ലൂഡഡ് ഇൻ ദ പ്രോജക്റ്റ്. എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണ്ട എന്ന് പറയുന്നതാണ് ഒരു പ്രൊജക്റ്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാലോ, ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻസ് ഇൻവോൾവ് ഓർ അഫക്റ്റഡ്. നമ്മുടെ ഈ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ എല്ലാം കൂടി ചേർത്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് റിസോഴ്സ് റിക്വയർഡ്. എന്തൊക്കെ റിസോഴ്സസ് ആണ് വേണ്ടത്? ഹ്യൂമൻ റിസോഴ്സ് വേണം, അതേപോലെ ഹാർഡ്വെയർ റിസോഴ്സ്, സോഫ്റ്റ്വെയർ റിസോഴ്സ് വേണം, ബഡ്ജറ്റ് വേണം, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം വേണം. ഇത്രയും റിസോഴ്സുകളാണ് അവൈലബിൾ ആക്കേണ്ടത്. അടുത്തത് ഡെലിവറബിൾസ്. ഒരു പ്രോജക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തു, ഇനി നമ്മൾ എന്തൊക്കെയാണ് ഡെലിവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കസ്റ്റമറിന്? ഉറപ്പായിട്ടും ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഡെലിവർ ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസർ മാനുവൽ, അതിൻ്റെ ഡേറ്റാബേസ് അതൊക്കെ കൊടുക്കും. എക്സാമ്പിൾ പറയുമ്പോൾ അത് പറയുന്നുണ്ട്. ഇനി അടുത്ത ടൈം ലൈൻ ആണ്. ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ മേജർ മൈൽ സ്റ്റോൺസ് ആൻഡ് പ്രോജക്റ്റ് ഷെഡ്യൂൾ. പ്രോജക്റ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ പറഞ്ഞു കൊടുക്കണം. എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, എപ്പോൾ എൻഡ് ചെയ്യും, ഡിസൈനിങ് കഴിയുമ്പോൾ ഏത് സമയത്തിനുള്ളിൽ ഡിസൈനിങ് കഴിയും, ഏത് സമയത്തിനുള്ളിൽ കോഡിങ് കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോണും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പ്രൊജക്റ്റ് ഓവർവ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ് ഇത്രയും. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. പ്രോജക്റ്റിന്റെ ടൈറ്റിൽ പറയുന്നത് സ്മാർട്ട് അറ്റൻഡൻസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. എന്തായിരിക്കും സ്മാർട്ട് അറ്റൻഡൻസ് മാനേജ്മെന്റ് സിസ്റ്റം? ബയോമെട്രിക്, അതായത് ഫേസ് യൂസ് ചെയ്ത് ആ കുട്ടി പ്രസന്റ് ആണോ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി മാർക്ക് ചെയ്യുന്ന സിസ്റ്റം. അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിക്കുക. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ് ടു ഓട്ടോമേറ്റ് സ്റ്റുഡന്റ് അറ്റൻഡൻസ് യൂസിങ് ഫേഷ്യൽ റെക്കഗ്നീഷൻ. നമ്മൾ പറഞ്ഞില്ലേ, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റിന്റെ നീഡ് എന്താണ് അല്ലെങ്കിൽ ഇഷ്യൂ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സ്മാർട്ട് അറ്റൻഡൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഓട്ടോമേറ്റ് സ്റ്റുഡന്റ് അറ്റൻഡൻസ് യൂസിങ് ഫേഷ്യൽ റെക്കഗ്നീഷൻ. അടുത്തത് സ്കോപ്പാണ്. എന്ന് വെച്ചാൽ കവേഴ്സ് അറ്റൻഡൻസ് റെക്കോർഡിംഗ്, റിപ്പോർട്ട് ജനറേഷൻ ആൻഡ് ഡേറ്റാബേസ് മാനേജ്മെന്റ്. എന്തെല്ലാം കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട്? അറ്റൻഡൻസിന്റെ റെക്കോർഡിംഗ് ഉണ്ട്, റിപ്പോർട്ട് ജനറേഷൻ ഉണ്ട്, അതേപോലെ അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റാബേസിന്റെ മാനേജ്മെന്റ് ഉണ്ട്. ഇനി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഈ പറയുന്ന സോഫ്റ്റ്വെയറിലാണെങ്കിൽ സ്റ്റുഡൻസിന്റെ, ഫാക്കൽറ്റി, അതേപോലെ കോളേജ് അഡ്മിനിസ്ട്രേഷനും ഈ പറയുന്ന സോഫ്റ്റ്വെയറിൽ സ്റ്റേക്ക് ഹോൾഡർ ആണ്. ഓക്കെ, അടുത്തത് ഡെലിവറബിൾ. നമുക്ക് ഈ സ്മാർട്ട് അറ്റൻഡൻസ് മാനേജ്മെന്റ് സിസ്റ്റം ഡെലിവർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അറ്റൻഡൻസിന്റെ സോഫ്റ്റ്വെയർ, അതിൻ്റെ ഒപ്പം അതിൻ്റെ ഡേറ്റാബേസ്, അതേപോലെ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള യൂസർ മാനുവൽ, പിന്നെ അതിൻ്റെ റിപ്പോർട്ടുകൾ. ഇതൊക്കെയാണ് ഒരു പ്രോജക്റ്റ് ഡെലിവർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡ്യൂറേഷൻ 6 months ആണ്. 6 monthsനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്രൊജക്റ്റിന്റെ ഓവർവ്യൂ വരുന്നത്. ഓവറോൾ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്? പർപ്പസ്, ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് എക്സ്പെക്റ്റഡ് ഔട്ട്കം ആൻഡ് ടൈം ലൈൻ. അപ്പോൾ അത് എക്സാമ്പിൾ വെച്ച് തന്നെ പറയണം. അടുത്തത് ഫീസിബിലിറ്റി സ്റ്റഡിയാണ്. ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് അത് ഫീസിബിൾ ആണോ, നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം.
ഫീസിബിലിറ്റി സ്റ്റഡി ഈസ് ആൻ ഇവാലുവേഷൻ കണ്ടക്റ്റഡ് ബിഫോർ സ്റ്റാർട്ടിങ് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഇവാലുവേഷൻ ചെയ്യുന്നതാണ് ഫീസിബിലിറ്റി സ്റ്റഡി. ആൻഡ് ഡിറ്റർമിൻ വെദർ ദ പ്രോജക്റ്റ് ഈസ് പ്രാക്ടിക്കൽ, അച്ചീവബിൾ ആൻഡ് വർത്ത് ഇൻവെസ്റ്റിംഗ് ഇറ്റ്. ഈ പറയുന്ന പ്രോജക്റ്റ് പ്രാക്ടിക്കൽ ആണോ അല്ലെങ്കിൽ അച്ചീവബിൾ ആണോ, നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റിനുള്ളിൽ നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഫീസിബിലിറ്റി സ്റ്റഡിയിൽ. Then it helps organizations identify risk and make informed decisions. അപ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇത് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഈ കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ പ്രോജക്റ്റ് ഏറ്റെടുക്കാം. അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് നമ്മുടെ ഓർഗനൈസേഷനെ എത്തിക്കാനായിട്ട് ഫീസിബിലിറ്റി സ്റ്റഡി ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഫീസിബിലിറ്റി സ്റ്റഡി. എന്തൊക്കെയാണ് ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ്, ഡിറ്റർമിൻ ഇഫ് ദ പ്രോജക്റ്റ് ഈസ് വയബിൾ. ഈ പ്രോജക്റ്റ് സക്സസ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ റിസ്ക് ആൻഡ് ചലഞ്ചസ്. അപ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ റിസ്ക് വരുന്നുണ്ട്, ആ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഉണ്ടാവാൻ പോകുന്നത് എന്നറിയാനായിട്ട് പറ്റും. ഇനി അടുത്തത്, എസ്റ്റിമേറ്റ് പ്രോജക്റ്റ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്. ഏത് കാര്യമാണെങ്കിലും നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങി നിൽക്കണം അല്ലേ? അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയാണ് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാനും അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നും അറിയാനായിട്ട് ഫീസിബിലിറ്റി സ്റ്റഡി ഹെൽപ്പ് ചെയ്യും. അടുത്തത്, സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ് ബിഫോർ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. പ്രോജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് മുമ്പ് ഒരു ഡിസിഷൻ മേക്കിങ്ങിനും ഫീസിബിലിറ്റി സ്റ്റഡി ഹെൽപ്പ് ചെയ്യും. അടുത്തത് ടൈപ്സ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡീസ് ആണ്. അതിൽ ഫസ്റ്റ്, ടെക്നിക്കൽ ഫീസിബിലിറ്റി. ഒരുപാട് ഫീസിബിലിറ്റി ഉണ്ട്, കുറച്ച് മാത്രം ഇവിടെ മെൻഷൻ ചെയ്യുന്നു. ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാലുവേറ്റ്സ് വെദർ ദ റിക്വയർഡ് ടെക്നോളജി, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ആർ അവൈലബിൾ. പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലെ, ടെക്നിക്കൽ ഫീസിബിലിറ്റി. ഈ പറയുന്ന പ്രോജക്റ്റ് ടെക്നിക്കലി ഫീസിബിൾ ആണോ എന്ന് നോക്കുന്നു. അപ്പോൾ എന്തൊക്കെയാ ചെക്ക് ചെയ്യണേ അവിടെ? നമ്മുടെ ടെക്നോളജി, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അതേപോലെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് എല്ലാം അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്? ഒന്ന്, ഈസ് ദ റിക്വയർഡ് ടെക്നോളജി അവൈലബിൾ. അപ്പോൾ ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ടെക്നോളജി അവൈലബിൾ ആണോ നോക്കും. ദെൻ, ഡസ് ദ ടീം ഹാവ് ദ നെസസറി ടെക്നിക്കൽ സ്കിൽ. കയ്യിൽ നമുക്ക് കുറേ സ്റ്റാഫ് ഉണ്ട്, അവരെല്ലാം ഈ പറയുന്ന ടെക്നിക്കൽ സ്കിൽ ഉള്ളവരാണോ എന്നുള്ളത് അനലൈസ് ചെയ്യുക. ക്യാൻ ദ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ദ പ്രോജക്റ്റ്. ഇപ്പോൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് ഈ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കുന്നു. എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഡെവലപ്പിംഗ് എ മൊബൈൽ ആപ്ലിക്കേഷൻ. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇറ്റ് റിക്വയർസ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഉറപ്പായിട്ടും ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വേണം. അതേപോലെ ഒരു ഡേറ്റാബേസ്, ഒരു ക്ലൗഡ് ഡേറ്റാബേസ് വേണം. ആൻഡ് സ്കിൽഡ് ഡെവലപ്പേഴ്സ്. ഇത്രയും കാര്യങ്ങൾ വേണം അല്ലേ? അപ്പോൾ ഇതാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റിയിൽ പറയുന്നത്. നമ്മുടെ കയ്യിൽ ടെക്നോളജി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുന്ന പ്രോസസ്സാണ് ഇത്. അടുത്തത്, എക്കണോമിക് ഫീസിബിലിറ്റി. അതിന് നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്നും പറയും. എന്താണ് എക്കണോമിക് ഫീസിബിലിറ്റി? ഡിറ്റർമിൻസ് വെദർ ദ പ്രോജക്ട്സ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്. എക്കണോമിക് എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ എന്തോർത്തിരിക്കണം? ഫിനാൻഷ്യൽ ബെനിഫിറ്റിനെ ഓർക്കണം. ബെനിഫിറ്റ്സ് ഔട്ട്വെയ്റ്റ്സ് ഇറ്റ്സ് കോസ്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് കോസ്റ്റ് ആണ് ഉള്ളത്? ഡെവലപ്മെന്റ് കോസ്റ്റ് ഉണ്ട്, മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പെൻസിന് വരുന്നൊരു കോസ്റ്റ് ഉണ്ട്, എംപ്ലോയിയുടെ ട്രെയിനിങ്ങിന് വരുന്ന കോസ്റ്റ് ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ, എ കമ്പനി സ്പെൻസ് 5 lakhs ടു ഡെവലപ്പ് ഇൻവെന്ററി സോഫ്റ്റ്വെയർ ബട്ട് സേവ്സ് 2 lakhs ആനുവലി. ദ ഇൻവെസ്റ്റ്മെന്റ് ബിക്കം പ്രോഫിറ്റബിൾ ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ്. നോക്കിക്കേ, അതായത് ഇപ്പോൾ ഒരു ഇൻവെന്ററി സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന് 5 lakhs ആവശ്യമായിട്ട് വന്നു. അപ്പോൾ നോക്കുമ്പോൾ അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. പക്ഷേ നമ്മുടെ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോട് കൂടി ഓരോ വർഷവും 2 lakhs അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്ത 5 lakhs നമ്മുടെ കയ്യിലിരിക്കും. അതേപോലെ നമുക്ക് പ്രോഫിറ്റും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ഫീസിബിൾ ആണ് എന്ന് പറയാം. ഓക്കെ, അടുത്ത ഫീസിബിലിറ്റി ഷെഡ്യൂൾ ഫീസിബിലിറ്റി ആണ്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു കാര്യമാണെങ്കിലും, ഒരു ട്രിപ്പാണെങ്കിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്
അതെല്ലാം കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സമയത്താണ്, ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ്, അത് കഴിഞ്ഞ് വിസിറ്റ് ചെയ്യുന്ന പ്ലേസ് ഏതാണ്, അങ്ങനെ ഓരോന്നും നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കും. അതേപോലെ നമ്മൾ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് എല്ലാം ഫീസിബിൾ ആണോ നോക്കാം നമുക്ക്. ഇവാലുവേറ്റ്സ് വെദർ ദ പ്രോജക്റ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് വിതിൻ ദ അവൈലബിൾ ടൈം. പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഷെഡ്യൂൾ ഫീസിബിലിറ്റി. ഇവിടെ ക്വസ്റ്റ്യൻസ് വരുന്ന എന്താണ്, ക്യാൻ ദ പ്രോജക്റ്റ് ബി കംപ്ലീറ്റഡ് ബിഫോർ ദ ഡെഡ് ലൈൻ. നമുക്ക് പറഞ്ഞിരിക്കുന്ന ഡെഡ് ലൈനും തൊട്ട് മുമ്പായിട്ടെങ്കിലും ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. ആർ സഫീഷ്യന്റ് റിസോഴ്സസ് അവൈലബിൾ. ഈ പറയുന്ന സോഫ്റ്റ്വെയർ നമുക്ക് ഡെലിവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള നമുക്ക് റിസോഴ്സുകൾ നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ആർ ദ മൈൽ സ്റ്റോൺസ് റിയലിസ്റ്റിക്. കറക്റ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോണുകളാണോ നമുക്കുള്ളത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആൻ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് മസ്റ്റ് ബി ലോഞ്ച്ഡ് ബിഫോർ എ ഫെസ്റ്റിവൽ സെയിൽ ടു മാക്സിമൈസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ സെയിൽ, ആടി സെയിൽ അല്ലെങ്കിൽ ഓണം സെയിൽ, ആ ഒരു സമയത്തൊക്കെയാണ് ഒരു ടെക്സ്റ്റൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതാണ് ഈ പറയുന്ന മൈൽ സ്റ്റോൺ റിയലിസ്റ്റിക് ആണോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ പറയുന്ന ഒരു ടെക്സ്റ്റൈൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഓണം സീസണ് തൊട്ട് മുമ്പാണെങ്കിൽ അത് ഒരുപാട് ബിസിനസ് കൂട്ടും. ഇനി ഓണമൊക്കെ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാണ് നമ്മൾ ഈ പറയുന്ന സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യുന്നതെങ്കിലോ അത്രയും ഗുണം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഏതിൽ വരണം, ഷെഡ്യൂളിൽ വരണം. ഓക്കെ, അടുത്തത് ലീഗൽ ഫീസിബിലിറ്റി ആണ്. നമുക്കറിയാം, നമ്മളൊരു സൈബർ സ്പേസിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെലിവർ ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് ഈ പറയുന്ന ലീഗൽ സെക്യൂരിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് ലീഗൽ ഫീസിബിലിറ്റി. ചെക്ക് വെദർ ദ പ്രോജക്റ്റ് കംപ്ലൈസ് വിത്ത് ആപ്ലിക്കബിൾ ലോസ് ആൻഡ് റെഗുലേഷൻസ്. നമുക്ക് ഒരുപാട് ഡിജിറ്റൽ ലോസും അതേപോലെ റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അത് കീപ്പ് ചെയ്യുന്നതാണോ എന്നുള്ളത് നോക്കുക. അതിലെന്തൊക്കെ വരും? അത് ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസ് ഉണ്ട്. നമ്മുടെ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോസ് ഉണ്ട്. അതേപോലെ കോപ്പിറൈറ്റ് ലോ, നമ്മുടെ കോപ്പിറൈറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ലോ ഉണ്ട്. സോഫ്റ്റ്വെയർ ലൈസൻസിങ്, അതേപോലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ഇൻഡസ്ട്രി റെഗുലേഷൻ, ഇതെല്ലാം വരുന്നത് ലീഗൽ ഫീസിബിലിറ്റിയിലാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ലീഗൽ ഫീസിബിലിറ്റിയിൽ ചെക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ, ആൻ ഓൺലൈൻ പേയ്മെന്റ് ആപ്ലിക്കേഷൻ മസ്റ്റ് കംപ്ലൈ വിത്ത് RBI ഗൈഡ് ലൈൻസ് ആൻഡ് ഡേറ്റ പ്രൈവസി റെഗുലേഷൻസ്. നമ്മളൊരു ഓൺലൈൻ പേയ്മെന്റ് ആപ്ലിക്കേഷനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ RBIയുടെ ഗൈഡ് ലൈൻ എല്ലാം നമ്മൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. അതാണ് ലീഗൽ ഫീസിബിലിറ്റി ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത്. അടുത്തത് ഓർഗനൈസേഷണൽ ഫീസിബിലിറ്റി. നമുക്കൊരു പ്രോജക്റ്റ് കിട്ടി, നമ്മുടെ ഓർഗനൈസേഷൻ അത് താങ്ങാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് ഓർഗനൈസേഷണൽ ഫീസിബിലിറ്റി. ഡിറ്റർമിൻസ് വെദർ ദ പ്രോജക്റ്റ് അലൈൻസ് വിത്ത് ദി ഓർഗനൈസേഷണൽ ഗോൾസ്, വിഷൻ ആൻഡ് പോളിസീസ്. നമ്മുടെ ഓർഗനൈസേഷൻ ഒരു വിഷൻ ഉണ്ട്, അതിന് കുറേ പോളിസീസും ഉണ്ട്. അപ്പം അതിനെല്ലാം അതിൻ്റെ കൂടെ നിന്നുകൊണ്ടുള്ളതാണോ, അതിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റ് ആണോ ഇത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതാണ് ഓർഗനൈസേഷണൽ ഫീസിബിലിറ്റിയിൽ വരുന്നത്. ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ സപ്പോർട്ട് ഉണ്ടാവുമോ, അതേപോലെ ഓർഗനൈസേഷന്റെ കൾച്ചറിന് അനുയോജ്യമായിട്ടുള്ളതാണോ, ഇനി ബിസിനസ് ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റുമോ, റിസോഴ്സ് അവൈലബിൾ ആണോ, ഇത്രയെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് ഓർഗനൈസേഷണൽ ഫീസിബിലിറ്റിയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്പറേഷണൽ ഫീസിബിലിറ്റി ആണ്. ഓപ്പറേഷണൽ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻസ് വെദർ ദ പ്രോജക്റ്റ് ക്യാൻ ഓപ്പറേറ്റ് സക്സസ്ഫുള്ളി വിതിൻ ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലേക്ക് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് വരുന്ന യൂസറിൻ്റെ ആക്സെപ്റ്റൻസ് വരും, എംപ്ലോയിക്ക് ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും, ബിസിനസ് പ്രോസസ് കോമ്പാറ്റബിലിറ്റി, അതേപോലെ ഓർഗനൈസേഷൻ്റെ സപ്പോർട്ട്, ഇതെല്ലാം ഓപ്പറേഷണൽ ഫീസിബിലിറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ ഹോസ്പിറ്റൽ ഇൻട്രൊഡ്യൂസിങ് ആൻ ഓൺലൈൻ അപ്പോയിൻമെന്റ് സിസ്റ്റം മസ്റ്റ് എൻഷുർ ദാറ്റ് ദ ഡോക്ടേഴ്സ്, റിസപ്ഷനിസ്റ്റ് ആൻഡ് പേഷ്യൻസ് ക്യാൻ യൂസ് ഇറ്റ് എഫക്റ്റീവ്ലി. അപ്പോൾ നമ്മളൊരു ഓൺലൈൻ അപ്പോയിൻമെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? പേഷ്യൻസ് വരും, അതേപോലെ ഡോക്ടേഴ്സ്,
റിസപ്ഷനിസ്റ്റ് ഒക്കെ വരും അല്ലേ. അപ്പം ഇവർക്കൊക്കെ ഈ പറയുന്ന സോഫ്റ്റ്വെയർ, നമ്മുടെ സോഫ്റ്റ്വെയർ ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ, അതാണ് ഓപ്പറേഷണൽ ഫീസിബിലിറ്റിയിൽ വരുന്നത്. അടുത്തത് സ്റ്റെപ്സ് ഇൻ കണ്ടക്ടിങ് ഫീസിബിലിറ്റി സ്റ്റഡി കണ്ടക്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്. അതായത് ഫസ്റ്റ് ഡിഫൈൻ ദ പ്രോജക്റ്റ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഒബ്ജക്റ്റീവ് എന്താണെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ പ്രോജക്റ്റ് ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുക. ഇനി പ്രിലിമിനറി അനാലിസിസ് കണ്ടക്ട് ചെയ്യുക. ഇവാലുവേറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീസിബിലിറ്റി, എല്ലാ ഫീസിബിലിറ്റിയും ഇവാലുവേറ്റ് ചെയ്യുക. ഐഡന്റിഫൈ ദ പൊട്ടൻഷ്യൽ റിസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. പെർഫോം കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് കോസ്റ്റ് ബെനിഫിറ്റ് ആയിട്ടുള്ള അനാലിസിസ്, അതേപോലെ പ്രിപ്പയർ ദ ഫീസിബിലിറ്റി റിപ്പോർട്ട്. നമ്മളിപ്പോൾ കുറേയധികം ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി, അതിൻ്റെ എല്ലാം ഒരു റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. മേക്ക് ദ ഫിനാൻഷ്യൽ ഡിസിഷൻസ്. അപ്പോൾ ഇത് ഈ നമ്മുടെ ഈ പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോൾ അതിന് ഉള്ള ഇത്ര രൂപ ചിലവ്, ഇപ്പോൾ 5 lakhs ആണ് ആ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് എങ്കിൽ അത് കസ്റ്റമർ തരാൻ റെഡിയാണോ, നമുക്കത് കൊടുക്കാൻ അതിനുള്ളിൽ നമുക്കത് കൊടുക്കാൻ റെഡിയാണോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഗോ ഓർ നോ ഗോ എന്ന് പറയുന്ന ഡിസിഷൻ എടുക്കുന്ന ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് ഫീസിബിലിറ്റി സ്റ്റഡിയിൽ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഈ ഓവർവ്യൂവും ഫീസിബിലിറ്റി സ്റ്റഡി, 2 ടോപ്പിക്കല്ലേ നമ്മളിന്ന് നോക്കിയത്, അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കിയാലോ. ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ പ്രോജക്റ്റ് ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഓവറോൾ ആയിട്ട് പറയാനുള്ളത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇവാലുവേറ്റ്സ് വെദർ ദ പ്രോജക്റ്റ് ഈസ് പ്രാക്ടിക്കൽ ആൻഡ് വയബിൾ. ശരിക്കും ഈ പ്രോജക്റ്റ് പ്രാക്ടിക്കൽ ആണോ, നമുക്കിത് ചെയ്യാൻ പറ്റുമോ, അത് സക്സസ് ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഫീസിബിലിറ്റി സ്റ്റഡിയിൽ ചെക്ക് ചെയ്യുന്നത്. ഇത് പ്രോജക്റ്റിൻ്റെ ഓവർവ്യൂ മാത്രമാണ് നോക്കുന്നത്. ഇനി പ്രോജക്റ്റ് ഓവർവ്യൂവിൽ ഫോക്കസ് ഓൺ ദി പ്രോജക്റ്റ് സ്കോപ്പ് ആൻഡ് ഗോൾസ്. പ്രോജക്റ്റിൻ്റെ സ്കോപ്പ് എവിടെയാണ്, അതിൻ്റെ ഗോൾ എന്താണ്, അതിൽ മാത്രമാണ് ഓവർവ്യൂവിൽ നമ്മൾ നോക്കുന്നത്. എന്നാൽ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ പോയിന്റും നമ്മൾ ഫീസിബിൾ ആണോ നോക്കുക അല്ലേ. ഫോക്കസ് ഓൺ ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, ലീഗൽ ആൻഡ് ഓപ്പറേഷണൽ വയബിലിറ്റി. ഇവിടെ എല്ലാം നമുക്ക് ഫീസിബിൾ ആണോ എന്നുള്ളത് നോക്കും. ഓരോ യൂണിറ്റും എടുത്തെടുത്ത് നമ്മൾ ചെക്ക് ചെയ്യും, നമുക്ക് ഈ പ്രോജക്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അടുത്തത് പ്രിപ്പയർഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രോജക്റ്റ് പ്ലാനിങ്. പ്രോജക്റ്റ് പ്ലാനിങ്ങിന് തൊട്ട് മുമ്പായിട്ടാണ് ഓവർവ്യൂ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത് കണ്ടക്റ്റഡ് ബിഫോർ പ്രോജക്റ്റ് അപ്രൂവൽ. പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്, ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് അപ്രൂവലിന് മുമ്പായിട്ടാണ് ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തത് എക്സ്പ്ലെയിൻസ് വാട്ട് ദ പ്രോജക്റ്റ് വിൽ ഡു. എന്തൊക്കെയാണ് പ്രോജക്റ്റിൽ ചെയ്യാനുള്ളത് എന്നുള്ളതാണ് പ്രോജക്റ്റ് ഓവർവ്യൂവിൽ പറയുന്നത്. ഫീസിബിലിറ്റി സ്റ്റഡി ആണെങ്കിലോ ഡിറ്റർമിൻ വെദർ ദ പ്രോജക്റ്റ് ഷുഡ് ബി അണ്ടർടേക്കൺ. ഈ പ്രോജക്റ്റ് നമ്മൾ എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസിഷനാണ് ഫീസിബിലിറ്റി സ്റ്റഡി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ടാണ്. അപ്പോൾ കൂടുതൽ ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്